ഹലോ ഗൈസ്, കാലത്ത് എഴുന്നേറ്റ് കട്ടനൊക്കെ അടിച്ചിരിക്കുമ്പോഴാണ് അമ്മ അതേ കാലത്ത് തന്നെ ചക്ക ഇടാൻ പോയാലോ എന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, തോട്ടിയൊക്കെ വലിച്ചിട്ട് ഞാനും പോയിട്ട് അമ്മയുടെ കൂടെ ചക്ക ഇടാനായിട്ട്. നമ്മുടെ അയൽവക്കത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ചക്ക ഇടുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റ് നൈസായിട്ടൊന്ന് ഫാളിയിട്ടാ ആ ചക്ക പഴുത്താകെ കേടായി പോയിടണം. അമ്മ വിട്ടു കൊടുക്കുവോ, തോട്ടിയും കുത്തിപ്പൊക്കി അടുത്തത് ഇടാനുള്ളത് അത്ര പാടില്ല. അങ്ങനെ രണ്ടാമത്തെ ചക്ക നല്ല മൂത്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അതെടുത്ത് നമ്മളിത് നേരെ വീട്ടിലേക്ക് കിടക്കാം. ചെന്ന ഉടനെ ചക്ക നന്നാക്കാണ്ട് അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. എന്റെ അമ്മ ഒടുക്കത്തൊരു ചക്കപ്രാന്തിയാണ്. അങ്ങനെ ചക്കയൊക്കെ നമ്മൾ മുറിച്ചു കഴിഞ്ഞു. ഉള്ളി നല്ല സ്വർണ്ണ നിറമുള്ള ചക്കയാണ് കേട്ടോ. 4 കഷ്ണമായിട്ട് ചക്ക മുറിച്ച് അയൽവക്കത്തും കൊടുത്തിട്ട് 2 അതെന്റെ അമ്മയ്ക്ക് നിർബന്ധം. അങ്ങനെ കയ്യോടെ ചക്ക അടുപ്പത്ത് കയറ്റാനുള്ള പരിപാടിയാണ്. കുറച്ചെടുത്ത് പുഴുക്ക് വെക്കാനും അതുപോലെ കുറച്ചെടുത്ത് വറുക്കാനാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ. എനിക്ക് പക്ഷേ ചക്കപ്പുഴുക്കിനേക്കാളും ചക്ക വറുക്കുന്നതാണ് ഏറ്റവും. ചക്ക വെച്ചുള്ള ഐറ്റംസിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്റെ അമ്മയും ചക്ക എന്ന് പറഞ്ഞാൽ ചാവും. അങ്ങനെ നമ്മൾ ചക്ക വറുക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ചക്കപ്പുഴുക്കും അടുപ്പത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരം കട്ടന്റെ കൂടെ ഒരു പ്ലേറ്റ് ചക്കപ്പുഴുക്കും നമ്മുടെ ചക്ക വറുത്തായിരുന്നു കേട്ടോ. കുറെ നാളുകൂടി കഴിക്കണോണ്ടാണോന്ന് അറിയില്ല, ചക്കപ്പുഴുക്കിന് നല്ല ടേസ്റ്റ്. അപ്പൊ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ബൈ.